മന്ത്രിക്കും മറുപടിയില്ല യഥാർത്ഥത്തിൽ എന്നതാണ്. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കാര്യക്ഷമമല്ലെന്ന് വ്യാപക പരാതി വരുമ്പോഴും കൃത്യമായ ഉത്തരമില്ലാതെ കൈമലർത്തുകയാണ് ഫിഷറീസ് മന്ത്രി. സാധ്യമായ തിരച്ചിൽ നടത്തുന്നുണ്ടെന്നും സംവിധാനങ്ങൾ പര്യാപ്തമല്ലെന്നുമാണ് വിശദീകരണം. തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂബ ടീം ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ രീതിയിലും സെർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളുടെ പ്രയോറിറ്റിയിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊരു ചെറിയ സമയം നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ പുതിയതായി പല കാര്യങ്ങളും മോഡേണൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ബഡ്ജറ്റിൽ അതിന് നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് വെച്ചുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള കാര്യങ്ങൾക്കുമുള്ള ഒരു SOP ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. എന്തൊരു കഷ്ടമാണ്. സംവിധാനങ്ങൾ പര്യാപ്തമല്ലെന്ന് പറഞ്ഞ് ഫിഷറീസ് മന്ത്രി അങ്ങ് കൈ കഴുകുകയാണ്. അപ്പോൾ ആരാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത്? ഈ മന്ത്രിയും അതല്ലെങ്കിൽ സർക്കാരും ഒക്കെ തന്നെയല്ലേ? തീർച്ചയായും ഇതാ ഫിഷറീസ് മന്ത്രി ഇന്നലെയും ഇന്നും മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യത്തിൽ വളരെ നിസ്സംഗമായ നിലയിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം മന്ത്രി ഇപ്പോഴും പറയുന്നത് അവിടെ തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്, അവിടെ സ്കൂബ ഡൈവേഴ്സ് എത്തുന്നുണ്ട്, സ്കൂബ ഡൈവേഴ്സിന്റെ സഹായത്തോടു കൂടിയുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് എന്ന് മാത്രമാണ് മന്ത്രി ഇപ്പോഴും പറയുന്നത്. കൃത്യമായി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് അക്കമിട്ട് ആ കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ കുടുംബവും അത് ആരോപണമായി അല്ലെങ്കിൽ അവരുടെ പരാതിയായി തന്നെ പലതവണ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. മന്ത്രി നേരിട്ട് വിളിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്ന പരാതി ആ കുടുംബം ആവർത്തിച്ച് പറയുമ്പോഴും മന്ത്രി ഈ കാര്യങ്ങളിലൊന്നും കാര്യമായ ഒരു പ്രതികരണവും നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നീണ്ടകരയിൽ ഒരു കുടുംബത്തെ വിളിച്ചു എന്ന് മന്ത്രി പറയുമ്പോഴും മുതലപ്പൊഴിയിലെ ജോണിന്റെ കുടുംബത്തെ നേരിട്ട് കാണാനോ വിളിക്കാനോ ഒന്നും മന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ് ഇന്നലെ മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഏതായാലും ഇക്കാര്യത്തിൽ വലിയൊരു വീഴ്ച സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മന്ത്രി ഒരു പരിധിവരെ അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മന്ത്രി പറയുന്നത് മതിയായ സംവിധാനങ്ങളില്ല, 2 മാസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. അതൊരു പരിധിവരെ ശരിയുമാണ്. 2 മാസം കൊണ്ട് സർക്കാർ മാറി വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല ഈ മേഖലയിലെ സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളൊന്നും. പക്ഷേ ഈ കുടുംബങ്ങളെ നേരിട്ടെത്തി അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങൾ ഒപ്പമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന നിലയിൽ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഫിഷറീസ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. ആ നിലയിലുള്ള ഒരു ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. മാത്രമല്ല ഈ കുടുംബം പലതവണകളായി പറയുന്നു സെർച്ചിൽ, അതായത് ഇവർക്ക് വേണ്ടിയുള്ള കാണാതായ തൊഴിലാളികൾക്കായുള്ള പരിശോധനയിൽ തങ്ങൾക്ക് തൃപ്തിയില്ല. ഹെലികോപ്റ്റർ പറക്കുന്നുണ്ട്, പക്ഷെ മതിയായ സമയം അത് പറക്കുന്നില്ല. 1.5 മണിക്കൂറൊക്കെയാണ് പലപ്പോഴും ഹെലികോപ്റ്റർ സെർച്ച് നടത്തുന്നത്. അതിൽ തങ്ങൾക്ക് ആശങ്കയുണ്ട്, ഡ്രോൺ സംവിധാനങ്ങൾ എത്തിക്കണം എന്നൊക്കെ ഈ കുടുംബം ആവർത്തിച്ച് പറയുമ്പോഴും ഇതിലൊന്നും ഒരു മറുപടി പറയാൻ പോലും മന്ത്രി തയ്യാറാകുന്നില്ല. ഇന്നലെ മാധ്യമ പ്രവർത്തകരെ കണ്ട് മന്ത്രി എഴുന്നേറ്റ് പോയത് നമ്മൾ കണ്ടു. ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും മന്ത്രി ഭയപ്പെടുന്ന നിലയിലാണ് കൈമലർത്തുകയാണ് ഫിഷറീസ് മന്ത്രി. ശരി, സംവിധാനങ്ങൾ പര്യാപ്തമല്ലെങ്കിൽ അത് പര്യാപ്തമാക്കേണ്ടത് ആരാണ്? സ്കൂബ ഡൈവേഴ്സിനെ എത്തിക്കുന്നതിന് എത്ര സമയമാണ് വൈകിയത്? ഇത്രയധികം ദിവസം കഴിയേണ്ടി വന്നു. അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു, കൈക്കുഞ്ഞുമായി പ്രതിഷേധിക്കേണ്ടി വന്നു. അപ്പോഴാണ് സ്കൂബ ഡൈവേഴ്സിനെ എത്തിച്ചത്. ഇന്ന് രാവിലെ എത്തിക്കുമെന്ന് പറഞ്ഞതാണ്, പക്ഷേ ഉച്ചയായി. അങ്ങനെ അലംഭാവം തുടരുക തന്നെയാണ്. സർക്കാർ വന്നിട്ട് ഇത്ര കാലമേ ആയുള്ളൂ എന്ന് പറയാമെങ്കിൽ പോലും